നമസ്കാരം. ഇന്നത്തെ കോർ വിഷയം എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. ആയുർവേദ ഡോക്ടേഴ്സിന് ശരിക്ക് ബ്രാൻഡ്സിനെ കുറിച്ച് അറിയാം, പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് എന്താണ്, എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അത് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ക്ലാരിറ്റി കുറവ് ഞാൻ പൊതുവെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഉള്ള ചോദ്യങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൃത്യമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും എടുക്കാൻ ഒന്ന് ഓർക്കുക. ആൻഡ് ഓൾസോ ഞാൻ പറയുന്ന കാര്യങ്ങൾ 4 ലെയറായിട്ടാണ് പറയുന്നത്. മൈൻഡ് സെറ്റ് എന്താണിത്, എന്തുകൊണ്ടാണ്, എന്തിനാണിത്, ആൻഡ് എന്താണ് അതിന്റെ ആക്ഷൻ, നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ്. അപ്പോൾ ഓരോ പോയിന്റും കണക്ട് ചെയ്താണ് പറയുന്നത്. ഞാനപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം എഫേർട്ട് എടുത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസന്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അതിനെ പറഞ്ഞു തരുന്നത്. സോ ഐ നീഡ് എല്ലാവരും, ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക, ഞാൻ അതിന് ഉത്തരം തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? ആയുർവേദം പഠിച്ചു കഴിഞ്ഞ് ക്ലിനിക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും നമ്മളിലേക്ക് വരുന്നത് നമുക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് സമീപിക്കാറുണ്ട്. സോ വാട്ട് ഈസ് മാർക്കറ്റിംഗ്? എന്താണ് മാർക്കറ്റിംഗ്? ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയത്തിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഈ 2025 ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്നും നോട്ടീസ് അടിക്കാറുണ്ട്, ഫ്ലെക്സ് വെക്കാറുണ്ട്, ഇങ്ങനെയുള്ള മാർക്കറ്റിങ്ങുകൾ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങുകൾ എപ്പോഴും ട്രാൻസാക്ഷണൽ ആയിരിക്കും, നോയിസി ആയിരിക്കും. കണ്ടന്റ് ഉണ്ടാക്കി, അത് പോസ്റ്റർ ഉണ്ടാക്കി, ആ പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത്, ആ പ്രിന്റ് ഔട്ട് എടുത്ത് പത്രത്തിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനിടയിൽ നടക്കുന്ന ഒരുപാട് മേഖലകൾ, അതായത് പ്രിന്റിംഗ് പ്രസ്സുകാരനെ വിളിക്കണം, അതിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കണം, അവർക്കത് പ്രിന്റ് ചെയ്യാൻ എത്ര പ്രിന്റ് വേണം, ഏത് തരത്തിലുള്ള പേപ്പറാണ്, എങ്ങനത്തെ പേപ്പറാണ്, ഇതെല്ലാം പ്രിന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് പോയാൽ അവിടെ പത്രക്കാരന് കൊടുക്കാൻ 1 രൂപ, അല്ലെങ്കിൽ പത്രത്തിൽ വെച്ച് കൊടുക്കാൻ ഒരാൾ. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടർ തന്നെയായിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് സ്ട്രെസ്സാണ് ഉണ്ടാക്കുക. ആൻഡ് ഇത് ചിലവ് കൂടുതലുമാണ്. ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റിംഗ് വെച്ച് നോക്കിയാൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ, ഒരു പേപ്പറിൽ വെച്ച് കൊടുക്കുന്ന ഒരാൾക്ക് 2 രൂപ ഒരു പേപ്പറിന്, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഒരു 400, 500, 1000, 10000 നോട്ടീസ് അടിക്കുന്നതിന് 10000 രൂപ, അല്ലെങ്കിൽ 5000 രൂപ, 4000 രൂപ എന്നുള്ള രീതിയിൽ വേറെയും കണക്കുകൾ വരും. ആൻഡ് ദിസ് ഇസ് ടു മച്ച് ഓഫ് നോയ്സി ആൻഡ് ട്രാൻസാക്ഷണൽ. അവിടെ സാമ്പത്തിക ചിലവുണ്ട്, സമയനഷ്ടം, ഇതെല്ലാം അവിടെ ഒരുപാട് വരുന്നതാണ്. ഇത്രയധികം ഫ്ലെക്സും നോട്ടീസും ഒക്കെ വെച്ചാൽ പോലും ക്ലിനിക്കുകൾ ഇതുകൊണ്ട് സക്സസ്ഫുൾ ആയി റണ്ണ് ചെയ്യുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കുക. ക്ലിനിക്കുകളുടെ ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 പേഷ്യൻ്റ് അല്ലെങ്കിൽ 30 പേഷ്യൻസ് വന്നാലും അവർക്ക് കിട്ടുന്ന വരുമാനം, ശമ്പളം കഴിഞ്ഞ് മാർക്കറ്റിംഗ് കഴിഞ്ഞ് എത്ര രൂപ ഇവരുടെ പോക്കറ്റിൽ നിൽക്കുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ടാവും. പരസ്യം കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻസ് വന്ന് സ്റ്റാഫ് അവരെയൊക്കെ നോക്കി സ്റ്റാഫിൻ്റെ സാലറിയും കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര രൂപ നമ്മുടെ പോക്കറ്റിൽ നിൽക്കുന്നുണ്ട്? അവിടെയാണ് ശരിക്ക് ലാഭവും നഷ്ടവും നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്കിവിടെ ലാഭവും നഷ്ടവും ഉണ്ടാവുകയാണോ, അല്ല നമ്മൾ വെറുതെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കാണോ നടക്കുന്നത്? ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് 1 ലക്ഷം രൂപ നമുക്ക് മാറ്റിയെടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് റണ്ണ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ നിങ്ങളുടെ ഡിഗ്രി നോക്കിയിട്ടാണോ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ആ വിഷയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, ഡോക്ടർ X or Y ഇവിടെ ഉണ്ട്, ആ ഡോക്ടർക്ക് ഇത്ര കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്ന് ഫ്ലെക്സും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ആളുകൾ വരുന്നത്, അല്ലേ? അപ്പോൾ ശരിക്കും ആളുകൾ, ക്ലയൻസ് എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. ആളുകൾ നമ്മളുടെ എനർജീനെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം അറിവുണ്ട്, നമുക്ക് എത്രത്തോളം ഡിഗ്രി ഉണ്ടെന്ന് അവർ ചോദിക്കാറില്ല, ഡോക്ടർ എന്ത് പഠിച്ചു എന്ന് അവർ ചോദിക്കാറില്ല. പക്ഷേ ഡോക്ടറിന് അതിനകത്തുള്ള എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, ആ ഡോക്ടറിനെ തേടി ഡോക്ടറിൻ്റെ കൈപ്പുണ്യം എത്രത്തോളം ഉണ്ട്, ആൻഡ് യുവർ എനർജി മാറ്റേഴ്സ് അവിടെ. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഡിഗ്രീസ് അല്ല ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഡിഗ്രീസ് ഡോണ്ട് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ്. നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം സ്വതസിദ്ധമായി നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളുടെ ബോധ്യങ്ങളെ, നിങ്ങളുടെ എക്സ്പീരിയൻസിനെ നിങ്ങൾ വളരെ നന്നായി പ്രസൻറ്റ് ചെയ്യുകയും അതിനെ നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായി അടുക്കി വെച്ച് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ അവിടെ നിങ്ങളിലുള്ള വാല്യൂ കൂടും. നിങ്ങൾ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബ്രാൻഡ് വാല്യൂ കൂടും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ നിങ്ങളെന്ന ഡോക്ടറിന്റെ വാല്യൂ കൂട്ടുവാൻ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഡിഗ്രീസ് ഡോണ്ട് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ്. റിമെമ്പർ ദാറ്റ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ കഴിവിനെയും അറിവിനെയും നിങ്ങൾ വളരെ യുക്തിയോടെയും നല്ല ഭംഗിയായും ഒരു എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഭംഗിയായി പൊതിഞ്ഞ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത കൂടും. ക്ലിയർ ആവുന്നുണ്ടോ? സോ നിങ്ങളെന്ന വ്യക്തിനെയാണ് ഇവിടെ ബ്രാൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ക്ലിനിക്കിൽ പോയാലും ആ ക്ലിനിക്കിൽ നിങ്ങൾ ഡോക്ടർ ശരത്ത് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വരുന്നുണ്ട്, ഡോക്ടർ ശരത്തിനെ വന്ന് കണ്ടാൽ ഇത് നടക്കും, ഇന്ന കാര്യങ്ങൾ നടക്കും കേട്ടോ എന്ന് പറയുന്നതാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങൾ ഏത് ജോലി സ്ഥാപനത്തുണ്ടെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ പേരല്ല ശരിക്കും ബ്രാൻഡ് ചെയ്യേണ്ടത്. നിങ്ങളെന്ന വ്യക്തിയുടെ വോയിസും നിങ്ങളുടെ രൂപവുമാണ് നിങ്ങളുടെ ബ്രാൻഡ്, യുവർ പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് ഇവിടെ ചോദ്യമേ അല്ല. നിങ്ങൾ എന്ത് പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷനാണ് കൊടുക്കുന്നത്, ആ സൊല്യൂഷൻ മികച്ചതാണോ അല്ലയോ, അത് ഭംഗിയായി അവതരിപ്പിക്കാൻ, ഭംഗിയായി സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഈസിയാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ല, ഇവിടെ പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് നടക്കുക. ഒരു ആയുർവേദ ഡോക്ടർ ആകുമ്പം നിങ്ങൾക്ക് ഏത് മേഖലയാണ് ചൂസ് ചെയ്യുക എന്നൊന്നും. അടുത്തതാണ് വാട്ട് ഈസ് പേഴ്സണൽ ബ്രാൻഡ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസും നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ വൈബുമാണ്. യുവർ വൈബ് ക്രിയേറ്റ് യുവർ ട്രൈബ്. നിങ്ങളിപ്പോൾ പൈൽസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ആ പൈൽസിനെ കുറിച്ച് അറിയേണ്ട ക്ലയൻസ് ആയിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ആസ്മയെക്കുറിച്ച്, കുട്ടികൾക്കുണ്ടാവുന്ന ശ്വാസമുട്ടിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ്, പേഴ്സണൽ ബ്രാൻഡിങ് നടക്കുന്നത് ആസ്മാറ്റിക് എന്നുള്ള രീതിയിലായിരിക്കും. ആസ്മ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. ഇവിടെ സ്പെഷ്യലൈസേഷനാണ് വരിക. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ്, സ്പെഷ്യലിസ്റ്റ് എന്നതിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് നടക്കുക. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അവിടെ മാറ്റം വരുന്നത് നിങ്ങളെന്ന വ്യക്തിയെയാണ് കൂടുതലായി ആൾക്കാർ മനസ്സിലാക്കുക, അറിയുക. നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ രൂപം, ഡെയിലി റുട്ടീൻസ്, നിങ്ങൾ എന്താണ് പറയുന്നത്, എത്രത്തോളം വാല്യൂസ് ആണ് കൊടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അവിടെ ആളുകൾ നിങ്ങളെ കൂടുതൽ അടുത്തറിയും. ഇങ്ങനെ അടുത്തറിയുന്ന ആളുകൾ നിങ്ങളോട് കൂടുതൽ കണക്ട് ആവാൻ ശ്രമിക്കും. ആൻഡ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ഐഡൻറ്റിറ്റിയാണ്. ഒരു ഓൺലൈൻ ഐഡൻറ്റിറ്റിയാണ് ആൻഡ് ഓഫ്ലൈൻ ഇൻറ്റഗ്രിറ്റിയാണ്. ഈ ഓൺലൈനിൽ കൂടി നിങ്ങൾ അവരുടെ മുമ്പിൽ വിസിബിൾ ആവുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ഓഫ്ലൈനിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ആ വാല്യൂസ് എക്സ്പീരിയൻസും ചെയ്യപ്പെടും. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കളറല്ല, നിങ്ങളുടെ ലോഗോ അല്ല. ഇന്ന് റീലിൻ്റെ കാലമാണല്ലോ, റീൽസ് അല്ല ശരിക്കും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സ്, ഇമോഷൻസ്, വേർഡ്സ്, ആക്ഷൻസ്, ഇത് എല്ലാമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബ്രാൻഡ്. മനസ്സിൽ നിന്ന് നിങ്ങൾ എന്താണോ വാല്യുബിളായി കൊടുക്കുന്നത് അവിടെ നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉയരും. അവിടെയാണ് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡായി മാറുന്നത്. അവിടെ നിങ്ങളുടെ ലോഗോയ്ക്ക് അർത്ഥമില്ല, അവിടെ നിങ്ങൾ പറയുന്ന വോയിസിന് അർത്ഥമില്ല. നിങ്ങളുടെ എനർജി നിങ്ങളെപ്പോലുള്ള ആളുകളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, മാഗ്നറ്റായി മാറും. ഇപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡും ഒരു മാഗ്നറ്റും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ കാന്തം പോലെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ബിൽഡിങ് ഇമോഷണൽ കണക്ഷൻ, ട്രസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഓഡിയൻസിന് മുമ്പിലേക്ക് ഇമോഷണലി കണക്റ്റ് ആവുകയും കൂടുതൽ വാല്യൂസ് നിങ്ങൾ നൽകുകയും ചെയ്യും തോറും അവർക്ക് നിങ്ങളിലുള്ള ട്രസ്റ്റ് വാല്യൂ കൂടും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ചെയ്യാനും കൂടെ സാധിക്കും തോറും ആ ട്രസ്റ്റ് വാല്യൂ കൂടും. അങ്ങനെ
നിങ്ങൾ അവർക്കൊരു ഗൈഡ് മാത്രമല്ല, പ്രാക്ടീഷണറും കൂടിയാവും. നിങ്ങൾ പറയുന്നത് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും, പറയുന്നത് ശീലിക്കുന്ന ഒരാളായി മാറും. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നതിനെയാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തെ ഏറ്റവും വലിയ കാശുകാരൻ എന്നുള്ള ഒരു വ്യക്തി ഇലോൺ മസ്ക് ആണ്, അല്ലേ? സ്പേസ് എക്സിൻ്റെ ഒക്കെ ഒരു സ്ഥാപകൻ. നമുക്ക് ഈ സ്പേസ് എക്സ് ആണോ കൂടുതൽ പരിചയം, ഇലോൺ മസ്ക് ആണോ പരിചയം? ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കാശുകാരൻ ആരാണ്, പണക്കാരനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും യൂസഫ് അലി. യൂസഫ് അലിയുടെ ബ്രാൻഡിൻ്റെ പേരെന്താണ്? യൂസഫ് അലി തന്നെ ഒരു ബ്രാൻഡാണ്, ലുലു ഗ്രൂപ്പ്, അല്ലേ? ഇനി നമുക്കൊരു സിനിമാ താരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മോഹൻലാൽ. ആശീർവാദ് ഫിലിംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. മോഹൻലാൽ എന്നത് പറയുന്നത് അതിൻ്റെ ഒരു ബ്രാൻഡാണ്, പേഴ്സണൽ ബ്രാൻഡാണ്. പൃഥ്വിരാജ് ഒരു പേഴ്സണൽ ബ്രാൻഡാണ്, അല്ലേ? മഞ്ജു വാര്യർ, ഇവരൊക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. അപ്പോൾ അതുപോലെയാണ് ആയുർവേദ ഡോക്ടേഴ്സും അറിയപ്പെടേണ്ടത്. നിങ്ങളെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കുക, അതിൽ നിങ്ങൾ വിസിബിൾ ആവുക, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഓൺലൈനിൽ ഉണ്ടാവുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തിനാണ് ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്, വൈ യു നീഡ് ഇറ്റ്? എന്തിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് ശരിക്കും നടക്കേണ്ടത്? ഒന്ന്, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ക്ലയൻസിൻ്റെ അടുത്തേക്ക് നമ്മൾ പത്രത്തിൽ നോട്ടീസൊക്കെ കൊടുത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ പോസ്റ്റേഴ്സ് നോട്ടീസൊക്കെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ആണ് പണ്ടൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വീഡിയോസ് കൂടുതലായി വന്നതും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ വളരെ സജീവമായതും ഫോണിൻ്റെ ഒരു കോമണൈസേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നമ്മളെ കാണാൻ ഇപ്പം നമ്മുടെ അടുത്ത് വരണം എന്നില്ല, ഫോണിലൂടെ അവരുടെ അടുത്ത് നമ്മളുണ്ടായാൽ മതി. അപ്പം ഒരു ക്ലയൻറ്റ് നമ്മളെ വന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യമേ നമ്മളെ മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ, അവർ പറയുന്ന കാര്യങ്ങളിൽ അർത്ഥമുണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ ഇന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു മോഹൻലാലിനെ കുറിച്ച് അറിയാമെന്ന് യൂട്യൂബിൽ മോഹൻലാൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 100 കൂട്ടം ക്ലിപ്പുകൾ നമുക്ക് കിട്ടും, അല്ലേ? സിനിമകൾ കാണും. അപ്പോൾ ആ സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, ഇദ്ദേഹം ഒരു ആക്ടറാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഫെർട്ടർനിറ്റിയിൽ പെടുന്ന ഒരു AVP എന്നൊക്കെ കേൾക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്നാരെ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂട്യൂബിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളെ വന്ന് കാണുന്നതിന് മുമ്പ് ആദ്യമേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർ നമ്മളെക്കുറിച്ച് പഠിക്കും. അവർ പഠിക്കുന്നത് എവിടെയാണ്? യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ളവയിലാണ് നമ്മളെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ ബ്രാൻഡ് പൊസിഷനിങ് ചെയ്യണം. രണ്ടാമത്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അട്രാക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. എല്ലാവരെയും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടും റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രമായിരിക്കും നമ്മളെ തേടി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അവരായിരിക്കും നമ്മുടെ ട്രൈബ്. വാതരോഗത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഡോക്ടറാണ് എങ്കിൽ കൈക്കും കാലിനുമൊക്കെ വേദനയുള്ള റൈറ്റ് ഓഡിയൻസ് ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കാനായി അടുത്ത് വരിക. മുടികൊഴിച്ചിലിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഷണ്ടിയുള്ള അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ അനുഭവിക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാർ, യുവതി-യുവാക്കൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കും ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായി ഓഡിയൻസ് ആയിട്ട് അവിടെ വരിക. സോ അവിടെ യു വിൽ അട്രാക്ട് യുവർ സോൾ ട്രൈബ്. റൈറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? അവിടെ നിങ്ങൾക്ക് ആ വരുന്ന ഓഡിയൻസ് നിങ്ങളുടെ കൺസൾട്ടേഷൻ ഇൻകമായി മാറും. അവരെല്ലാം തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ തയ്യാറാവും. ആൻഡ് ഇവരത് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പെർട്ടൈസിലൂടെ, നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് കെയറിലൂടെ അവർക്കൊരു ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം മുടി കൊഴിയുന്നവരാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയും. വേദനയുള്ളവരാണ്, ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തെറാപ്പി സെഷൻസ് എല്ലാം അവർ പ്രാക്ടിക്കലി വീട്ടിൽ അപ്ലൈ ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർക്ക് ഇമ്പാക്റ്റ് കിട്ടും. അവരുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. യു വിൽ ബിക്കം എൻ അതോറിറ്റീവ്. ആ വിഷയം, നിങ്ങൾ എടുത്തിരിക്കുന്ന നിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ആ മേഖലയിൽ നിങ്ങൾ അതോറിറ്റിയായി മാറും. ആ വിഷയത്തെക്കുറിച്ച് അറിയുന്ന, ആ വിഷയത്തെക്കുറിച്ച് ഒരു 1.1% എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും.
അങ്ങനെ വരുന്ന പക്ഷം നിങ്ങളെ മറ്റുള്ള ആളുകൾ ക്ലാസ്സുകൾക്ക് വിളിക്കും, പഠിപ്പിക്കാൻ, നിങ്ങളിലൂടെ കൂടുതൽ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ നടക്കുവാനായിട്ട് ഗ്ലോബൽ റീച്ചിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ അവിടെ ശരിക്ക് നമുക്ക് വളരെ കൂടുതൽ ഫ്രീഡം അനുഭവിക്കാൻ പറ്റും. വളരെ ശാന്തമായിരിക്കും. രാവിലെ എണീക്കുന്നു, വരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങൾ കൊടുക്കുന്ന വീഡിയോസ് മൂല്യമുള്ളതാണെങ്കിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും ആളുകളിൽ. എനിക്കിപ്പോഴും ഓരോരോ DM വരാറുണ്ട്, മെസ്സേജുകൾ വരാറുണ്ട്. ഇന്ന വീഡിയോ കൊള്ളാമായിരുന്നു, ഇത് ഇത്രയും ഭാഗം നന്നായിരുന്നു, ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി കേട്ടോ ഡോക്ടറെ, എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള DMs നമുക്ക് വരാറുണ്ട്. സോ ഇങ്ങനൊരു മെസ്സേജ് രാവിലെ എണീക്കുന്നത് കാണുന്നത് നമുക്ക് വളരെ 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 സന്തോഷമായിരിക്കും തോന്നുക, ഹാപ്പിനെസ് ആയിരിക്കും തോന്നുക. നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു വേട്ടയാടുക വേണ്ട, നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ ആരുടെയും ഒരു ക്ലയൻറ്റിൻ്റെ പുറകെ ഓടിച്ചിട്ട് പിടിച്ച് പേഷ്യൻ്റ് ആണോ ട്രീറ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ പറയണ്ട. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ സ്വയമേ ഒരു മാഗ്നറ്റായി മാറുകയും നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യാനും അവിടെ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം അലൈൻഡ് ആയിരിക്കും. നമുക്ക് നമ്മുടെ പർപ്പസ്ഫുള്ളായിരിക്കും. നമ്മൾ ജനിച്ച് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ ഇത്ര പേരെ നമ്മൾ ഇന്ന കാര്യത്തിൽ സഹായിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും അലൈൻഡായി മാറും നമ്മുടെ ജീവിതം. ഇനി എന്താണ് ചെയ്യുക? ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ CLR ക്ലിയർ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് ഒരു 3 വേർഡ്സ്, ജസ്റ്റ് 3 വാക്കുകൾ മാത്രം താഴെ ഒന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവാനാണ് ഞാൻ ഓരോ കമൻറ്റും വായിക്കുന്നുണ്ടാവും. കൃത്യമായിട്ട് 3 വാക്കുകൾ മാത്രം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് രേഖപ്പെടുത്തുക. 3 വാക്കുകളിൽ കോമായിട്ട് 3 വാക്കുകളിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങളും ഈ വീഡിയോ എടുക്കാൻ പ്രാപ്തരാകണം. ആൻഡ് അതിനുള്ള ആക്ഷനാണ് ഇതിൽ പറയുന്നത്. ഡിഫൈൻ യുവർ ആയുർവേദിക് വോയിസ്. നിങ്ങൾ അഷ്ടാംഗ ഹൃദയമോ ചരക സംഹിതയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഹിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുക. ആ പുസ്തകത്തിനകത്തു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം വായിക്കുക. ആ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം, മീനിങ് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിൽ നേരെ ഫോൺ എടുത്ത് അതിലേക്കൊന്ന് റെക്കോർഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഇതാണ് ഇന്നത്തെ ടോപ്പ് 1 ആക്ഷൻ. ആ വായിച്ച കാര്യത്തിന് നിങ്ങൾ റെക്കോർഡ് ചെയ്തത് നിങ്ങളുടെ ഒരു 2 സുഹൃത്തുക്കൾക്ക് വെറുതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 3ാമത്തേത്, ഇവിടുത്തെ ഏറ്റവും കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അറിവുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ? ഈവൻ അതൊരു ചെറിയ ഷോർട്സ് ആയിക്കോട്ടെ, ഷോർട്സ്, റീൽസ്, ജസ്റ്റ് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിൽ വരുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞ് ഇൻഫോർമേഷൻ, അത് നിങ്ങൾ സ്വന്തം വോയിസിൽ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് ഒന്ന് അയച്ചു കൊടുക്കുക. അവിടുന്ന് കിട്ടുന്ന റിപ്ലൈ എന്താണ്, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ഐ വിൽ റീഡ് ഈച്ച് ആൻഡ് എവറി കമൻറ്റ്. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഒരു ബുക്കിൻ്റെ ഒരു ലിങ്ക് കൂടെ, സ്വന്തമായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങും ആയുർവേദ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യാം. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, കമ്മിറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.